ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ 2025 CGL എക്സാമിൻ്റെ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ വർഷത്തെ CGL എക്സാമിൻ്റെ ഓരോ ടോപ്പിക്കും അല്ലെ ഓരോ സബ്ജക്റ്റിൽ നിന്നും നമ്മൾ 10 ക്വസ്റ്റ്യൻസ് വെച്ചുള്ള സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി ജോഗ്രഫി ഹിസ്റ്ററി ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ പൊളിറ്റിയാണ്. നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റിയിൽ നിന്നും കഴിഞ്ഞ CGL ചോദിച്ചിട്ടുള്ള 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടന്നാലോ. നമ്മുടെ ഫസ്റ്റ് ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫീച്ചേഴ്സ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ബോറോഡ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഐറിഷ് എന്ന് പറഞ്ഞാൽ അയർലൻഡ് അല്ലേ. അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും കടമെടുത്തത് എന്താണ്? ആക്ച്വലി ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒരു 2-3 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബോറോഡ് ഫീച്ചേഴ്സിൽ നിന്നും കേട്ടോ. സോ അതിൽ നമുക്ക് ചോദ്യം ചോദിക്കുന്നത് അയർലൻഡിൽ നിന്നും കടമെടുത്തത് എന്തൊക്കെയാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ അതിലിപ്പം കൺകറൻറ്റ് ലിസ്റ്റ് നമ്മൾ എടുക്കുമ്പോൾ കൺകറൻറ്റ് ലിസ്റ്റ് ഏത് രാജ്യത്തിൽ നിന്നാണ് കടമെടുത്തത്? ഓസ്ട്രേലിയയാണ് അല്ലേ, ഓസ്ട്രേലിയ. ഫണ്ടമെൻ്റൽ റൈറ്റ്സോ? ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വരുന്നത് എവിടെയാണ്? അത് അമേരിക്ക അല്ലേ, USA ആണ്. ഡ്യൂട്ടീസ്, ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് എവിടെ നടത്തുക? അത് USSR അല്ലേ, നമ്മുടെ സോവിയറ്റ് റഷ്യ അല്ലേ. സോ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തത് അയർലൻഡിൽ നിന്നാണ്. അത് നമുക്ക് ആ വാക്കിൽ തന്നെ പഠിച്ചു വെക്കാൻ പറ്റും. ഡയറക്റ്റീവിൻ്റെ IRE കണ്ട, അയർലൻഡ് IRE. അയർലൻഡിൽ നിന്നുമാണ് DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി കടമെടുത്തത്. സോ കഴിഞ്ഞ CGL നമുക്ക് ചോദിച്ചൊരു ചോദ്യമാണ്. ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു പാർട്ടിൽ നിന്നും, അതായത് ബോറോഡ് ഫീച്ചേഴ്സിൽ നിന്നും നമുക്കൊരു ക്വസ്റ്റ്യൻസ് കിട്ടുന്നതാണ്. ഉറപ്പായിട്ടും നമുക്കൊരു ക്വസ്റ്റ്യൻ കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എവിടെ ചെയ്യാൻ പറ്റുന്നതാണ്? ഈ ഒരു പാർട്ടിൽ നിന്നും ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഇനി വേറെ എന്തൊക്കെയാണ് അയർലൻഡിൽ നിന്ന് കടമെടുത്തിട്ടുള്ളത്? മറ്റെന്തൊക്കെയാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്? അതുപോലെ തന്നെ പ്രസിഡൻ്റ് എലക്ഷൻ അല്ലേ. ഇത് കഴിഞ്ഞ വേറൊരു എക്സാമിന് ചോദിച്ചതാണ്. പ്രസിഡൻറ്റിൻ്റെ എലക്ഷൻ ഏത് രാജ്യത്തു നിന്നും ബോറോഡ് ചെയ്തതാണ്? അയർലൻഡ് തന്നെയാണ്. അതുപോലെ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ നോമിനേഷൻ അതും എവിടെ നിന്നാണ്? അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നും ബോറോഡ് ചെയ്ത കാര്യങ്ങളാണ്. അപ്പോൾ 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? അയർലൻഡിൽ നിന്നും DPSP ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, പ്രസിഡൻറ്റിൻ്റെ എലക്ഷൻ കേട്ടോ, പ്രസിഡൻറ്റിൻ്റെ എലക്ഷൻ, അതുപോലെ തന്നെ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിൻ്റെ നോമിനേഷൻ. ഇതെവിടെ നിന്ന് കടമെടുത്തതാണ്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലൻഡിൽ നിന്നും കടമെടുത്തതാണ് ഇതൊക്കെ. ഓക്കെ, ദെൻ അടുത്ത ചോദ്യത്തിൽ പോയാലോ. അടുത്ത രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഡീൽസ് വിത്ത് എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ്? നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ആർട്ടിക്കിൾ, അത് ഏത് ആർട്ടിക്കിളാണ് ചോദിക്കുന്നത്? എലക്ഷൻ, പ്രസിഡന്റ് എലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? സോ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, അത് ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 54 ആണ് അത് പറയുന്നത് അല്ലേ. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഏതാണ്? ആർട്ടിക്കിൾ 54 അല്ലേ. 54 അല്ല, 52 ആണ് നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ അല്ലേ. ദെൻ ആർട്ടിക്കിൾ 54 പറയുന്നത് എന്താണ്? 54 പറയുന്നതാണ് പ്രസിഡന്റിൻ്റെ എലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ C 54 ആണ് കേട്ടോ. 52 ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ, പ്രസിഡന്റ് ഇലക്ഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാണ്? 54. ഇനി 58 അത് ഇമ്പോർട്ടൻ്റ് ആണ്. 58 പറയുന്നത് പ്രസിഡന്റിൻ്റെ എന്താണ്? ക്വാളിഫിക്കേഷൻ, ഇലക്ഷൻ ക്വാളിഫിക്കേഷനെ പറ്റി, പ്രസിഡന്റ് ഇലക്ഷൻ നിൽക്കേണ്ട ഒരാളുടെ ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 58 പറയുന്നു. 58. ഓക്കെ, 61 ആണെങ്കിലോ? 61 പ്രസിഡന്റിൻ്റെ ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറെ പറ്റി പറയുന്നത്. ഇംപീച്ച്മെൻറ്റ് പ്രൊസീജിയറിനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിളാണ് 61. ദെൻ 72 ആണെങ്കിൽ പ്രസിഡൻറ്റിൻ്റെ പാർഡൺ കേട്ടോ, പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 72 കേട്ടോ. ആർട്ടിക്കിൾ 72 ആണ് പാർഡനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ കഴിഞ്ഞ CGLന് ഒരുപാട് പാറ്റേൺ ക്വസ്റ്റ്യൻ വന്ന ഭാഗമാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആർട്ടിക്കിൾ എന്ന ഭാഗം. ആർട്ടിക്കിളിൽ നിന്ന് കണ്ടമാനം ചോദ്യം വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായി നിങ്ങൾ ഈ വർഷവും പഠിച്ചിട്ട് പോകേണ്ടതാണ് പ്രസിഡൻറ്റിൻ്റെ ആർട്ടിക്കിൾസ് കൃത്യമായി പഠിച്ചിട്ട് പോകുക. പ്രസിഡൻ്റ് ആർട്ടിക്കിളിൽ നിന്നും എന്ത് ചോദിക്കാം? ക്വസ്റ്റ്യൻസ് വരാൻ നല്ല സാധ്യതയുണ്ട്.
ഓക്കെ, സോ അത് കൃത്യമായി അത് നോട്ട് ചെയ്ത് പഠിച്ചിട്ട് പോകുക കേട്ടോ. 52 ആർട്ടിക്കിൾ 52 പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ പ്രസിഡന്റ്. 54 പറയുന്നതോ എലക്ഷൻ. അതുപോലെ 56 എന്താണെന്ന് അറിയോ? പ്രസിഡൻ്റെ ഓഫീസിൻ്റെ ടേമാണ്. ടേം ഓഫ് ഓഫീസിൻ്റെ ടേമിനെ പറ്റിയ ആർട്ടിക്കിളാണ് 56. 58 പറയുന്നത് അതാണ് ക്വാളിഫിക്കേഷൻ. അതാണ് ക്വാളിഫിക്കേഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ അടുത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, ഹൗ മെനി മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ഹൗ മെനി മെമ്പേഴ്സ് ആർ നോമിനേറ്റഡ് ബൈ ദി പ്രസിഡൻറ്റ് ടു ദി രാജ്യസഭ? അതായത് നമ്മുടെ രാജ്യസഭ ഉണ്ടല്ലോ, രാജ്യസഭയെ പറ്റി ആർട്ടിക്കിൾ എത്രയാണ്? അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടോ? രാജ്യസഭയുടെ ആർട്ടിക്കിൾ 80 അല്ലേ? ആർട്ടിക്കിൾ 80 രാജ്യസഭയിൽ വരുന്ന ആർട്ടിക്കിൾ. ഈ ആർട്ടിക്കിൾ പ്രകാരം നമ്മുടെ രാജ്യസഭയിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? അതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. രാജ്യസഭയിൽ എത്ര മെമ്പേഴ്സാണ് ഉള്ളത്? എത്ര മെമ്പേഴ്സാണ്? 250 മെമ്പേഴ്സ് അല്ലേ? അതിൽ 238 പേര് എലക്റ്റ് ചെയ്യുകയും എന്നാൽ 12 പേര് നമ്മുടെ പ്രസിഡൻ്റ് എന്ത് ചെയ്യുമായിരുന്നു? നോമിനേറ്റ് ചെയ്യുകയാണ്. സോ ഇവിടെ ആൻസറായി നമ്മുടെ ക്വസ്റ്റ്യൻ, പ്രസിഡന്റ് എത്ര പേരെ നോമിനേറ്റ് ചെയ്യുന്നല്ലേ? ആൻസർ എത്ര? 12 അല്ലേ? ആർട്ടിക്കിൾ 80 അല്ലേ? രാജ്യസഭയുടെ ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 80 പ്രകാരം ഇന്ത്യയുടെ രാജ്യസഭയിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? 250 മെമ്പേഴ്സ് ഉണ്ട്. അതിൽ 238 പേര് എലക്റ്റഡും 12 പേര് എന്താണ്? നോമിനേഷനിൽ കൂടെയാണ് തിരഞ്ഞെടുക്കുന്നത്. എത്ര പേരാണ്? 12 പേര് എന്തിൽ കൂടെ? നോമിനേഷനിൽ കൂടെ തിരഞ്ഞെടുക്കുന്നു. ഓക്കെ, സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താണ് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 80. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മെൻഷൻഡ് ഇൻ ആർട്ടിക്കിൾ 1 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? നമ്മുടെ ആർട്ടിക്കിൾ 1 അത് നമ്മുടെ പാർട്ട് 1 അല്ലേ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1 അല്ലേ? പാർട്ട് 1 എവിടെ മുതൽ എവിടം വരെ ആർട്ടിക്കിൾ വരുന്നത്? ആർട്ടിക്കിൾ 1 to 4 വരെ അല്ലേ? അതിൽ ഒന്നാമത്തെ ആർട്ടിക്കിൾ അല്ലേ? ഫസ്റ്റ് ആർട്ടിക്കിൾ 1 എന്തിനെ പറ്റിയാണ് പറയുന്നത്? ആർട്ടിക്കിൾ ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് എന്താണ്? ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ് അല്ലേ? ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ആണ് അല്ലേ? ഏത്? ആർട്ടിക്കിൾ 1. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി അല്ലേ? ഓപ്ഷൻ ബി. ആർട്ടിക്കിൾ 1 സ്റ്റേറ്റ്സ് ദാറ്റ് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൾ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 1 അല്ലേ? ആർട്ടിക്കിൾ 1 മുതൽ 4 വരെയാണ് നമ്മുടെ പാർട്ട് 1 അല്ലേ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 1 പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയാലോ? അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ മെൻഷൻസ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ? നമ്മുടെ CAG അല്ലേ? CAGയുടെ ആർട്ടിക്കിൾ ഏതെന്നാണ് നമ്മുടെ ചോദ്യം അല്ലേ? സോ CAG ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 148. ആർട്ടിക്കിൾ 148 CAGയുടെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ എത്രയാണ്? 148 കേട്ടോ. നമ്മുടെ CAGയുടെ ഒരു ടേം എങ്ങനെയാണ്? ഓഫീസ് ടേം എന്ന് പറയുന്നത് അത് 6 വർഷം. 6 വർഷമാണ്. 6 വർഷം 63 വയസ്സ് വരെ, 65 വയസ്സ് വരെ കേട്ടോ. 6 വർഷം എത്രയാണ്? 65 വയസ്സ് വരെയാണ് എന്ത്? നമ്മുടെ CAGയുടെ എന്താണ് ടേം എന്ന് പറയുന്നത്, ഓഫീസ് ടേം എന്ന് പറയുന്നത്. അത് ആർട്ടിക്കിൾ 148 CAG പറ്റി പറയുന്ന ആർട്ടിക്കിൾ വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ CAG അപ്പോയിൻമെൻറ്റ് ചെയ്യുന്ന ആരാണ്? ഇന്ത്യൻ പ്രസിഡൻ്റാണ്. ഇന്ത്യൻ പ്രസിഡൻ്റാണ് CAG എന്ത് ചെയ്യുന്നത്? അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ റിമൂവലും ആര് തന്നെയാണ്? ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. CAGയുടെ അപ്പോയിൻമെൻറ്റും റിമൂവലും ആര് തന്നെയാണ്? ഇന്ത്യൻ പ്രസിഡന്റ് തന്നെയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ CAG എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യയുടെ ഫസ്റ്റ് CAG എന്ന് പറയുന്നത് V. നരഹരി റാവു ആണ്. V. നരഹരി റാവു ആണ് നമ്മുടെ ആദ്യത്തെ CAG എന്ന് പറയുന്നത് കേട്ടോ. നിലവിൽ ആരാ ഇപ്പോൾ കറണ്ട്? അത് ചോദിക്കും കേട്ടോ. കറണ്ട് CAG ഇപ്പോൾ നിലവിൽ ഇന്ത്യയുടെ CAG ആരാണ്? അത് കെ സഞ്ജയ് മൂർത്തിയാണ്. സഞ്ജയ് മൂർത്തി നിലവിലെ CAG. ആദ്യത്തെ CAG ആണ് ആര്? V. നരഹരി റാവു. V. നരഹരി റാവു ആണ് ആദ്യത്തെ CAG. കറണ്ട് CAG കെ സഞ്ജയ് മൂർത്തിയാണ്. അപ്പോൾ ഏത് ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ഇനിയും ചോദിക്കാം. ആർട്ടിക്കിൾ 148 പറയുന്നത്. ഓക്കെ, ദെൻ
അടുത്ത ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽസ് വിത്ത് ദി പഞ്ചായത്ത്? ഓക്കെ, ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്ര പാർട്ടാണ് ഉള്ളത് അല്ലേ? നിലവിൽ 25 പാർട്ടുകളുണ്ട് അല്ലേ? നിലവിൽ എത്ര പാർട്ടുണ്ട്? 25 പാർട്ട് ഉണ്ട്. എന്നാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് അത് എത്ര ഉണ്ടായിരുന്നുള്ളൂ? 22 പാർട്ടായിരുന്നു അല്ലേ? നിലവിൽ വന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന സമയത്ത് എത്ര ഉണ്ടായിരുന്നുള്ളൂ? 22. എന്നാൽ ഇപ്പോൾ എത്ര? ഇപ്പോൾ 25 പാർട്ടുകളുണ്ട്. 25 പാർട്ട്. അതിലേത് പാർട്ടാണ് പഞ്ചായത്തിനെ പറ്റി പറയുന്ന പാർട്ട്? ഏതാണ്? പാർട്ട് 9. നമ്മുടെ പാർട്ട് 9 ആണ് എന്തിനെ പറ്റി പറയുന്നത്? പഞ്ചായത്ത് അല്ലേ? അത് നമ്മൾ കറക്റ്റ് അങ്ങനെ പഠിക്കണം കേട്ടോ. ഏതാണോ? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ദെൻ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഏതൊക്കെ പാർട്ടാ? പാർട്ട് 9 ഏത്? പഞ്ചായത്ത്. അടുത്ത് 9A എന്താണ്? മുനിസിപ്പാലിറ്റി. അടുത്ത് 9B ഏത്? കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇത് മൂന്നും അങ്ങനെ പഠിച്ചു വയ്ക്കുക കേട്ടോ. തീർച്ചയായും ചോദിക്കാൻ ചാൻസ് ഉള്ള 3 പാർട്ടാണ്. പഞ്ചായത്താണെങ്കിൽ 9, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ 9A, കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെങ്കിൽ 9B. ഈ 3 പാർട്ടിലുമാണ് എന്തിനെപ്പറ്റി പറയുന്നത്? ഇതിനെപ്പറ്റി പറയുന്നത്. സോ അത് കൃത്യമായും ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള എന്താണ്? ഒരു പാർട്ടാണ് കേട്ടോ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായി എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക ഈ 3 പാർട്ടും. ഓക്കെ, ദെൻ അടുത്തിലോട്ട് പോയാലോ? നമ്മുടെ അടുത്ത ചോദ്യം, വിച്ച് ആർട്ടിക്കിൾ ഹാസ് എ സിമിലർ പ്രൊവിഷൻ ടു ദാറ്റ് ഓഫ് ആർട്ടിക്കിൾ 32 ആൻഡ് ഡീൽസ് വിത്ത് റിട്ട്? നമ്മുടെ ഈ റിട്ടുമായി ബന്ധപ്പെട്ട് പറയുന്ന ഒരു ആർട്ടിക്കിളാണ് ഇത്. ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് അല്ലേ? കാരണം ഈ റിട്ട് ആരാ പുറപ്പെടുവിക്കേണ്ടത്? സുപ്രീം കോടതി അല്ലേ? നമ്മുടെ സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിപ്പിക്കുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത് അല്ലേ? നമ്മുടെ ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ട് സിമിലറായി വരുന്ന ആർട്ടിക്കിൾ താഴെ കൊടുത്തെങ്കിൽ ഏതാണ്? അത് ആർട്ടിക്കിൾ 226 ആണ് അല്ലേ? കാരണം നമ്മൾ കണ്ട ആർട്ടിക്കിൾ 32 സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള ആർട്ടിക്കിൾ ആണെങ്കിൽ ആർട്ടിക്കിൾ 226 ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കേണ്ട ആർട്ടിക്കിളാണ് ഏത്? 226. സോ നോട്ട് ചെയ്യുക. ഈ വർഷം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കേണ്ട ആർട്ടിക്കിൾ എത്രയാണെന്ന് ചോദിച്ചെങ്കിൽ ആർട്ടിക്കിൾ എത്രയാണ്? 226 കേട്ടോ. സുപ്രീം കോടതിക്കാണെങ്കിൽ ഏതാണ്? ആർട്ടിക്കിൾ 32 ആണ്. നമുക്കറിയാം നോർമലി എത്രയാണ്? 5 റിട്ടുകളാണ് വരുന്നത്. ആ റിട്ടിനെ പറ്റിയുള്ള നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടല്ലേ? നമ്മൾ ആർട്ടിക്കിൾസിനെ ബേസ് ചെയ്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണുമ്പോൾ കാണാം 5 റിട്ടുകളുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? സോ അതിനെപ്പറ്റി പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 32 എന്ന് പറയുന്നത്. ഏതാണ്? 32. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ദ മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ ആർട്ടിക്കിൾ ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വിച്ച് പ്രൊവൈഡ്സ് ഫോർ പ്രസിഡൻസ് റൂൾ ഇൻ എനി സ്റ്റേറ്റ്? ഓക്കെ, ഏതാടാ? ഇതെന്താ നമ്മൾ പറയുന്നത്? ഇത് നമ്മുടെ എമർജൻസി ആണല്ലേ? പ്രസിഡൻസ് റൂൾ ഇൻ എനി സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പ്രസിഡന്റ് എപ്പോഴാണ് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത്? അത് എമർജൻസി സിറ്റുവേഷനിലാണല്ലേ? സോ ഏതൊക്കെ ആർട്ടിക്കിളാണ് എമർജൻസിയുമായി വരുന്ന ആർട്ടിക്കിൾ? നമുക്കറിയാം ആർട്ടിക്കിൾ 352 അല്ലേ? ഏതാ? നാഷണൽ എമർജൻസി അല്ലേ? നാഷണൽ എമർജൻസി 352. ആർട്ടിക്കിൾ 356 സ്റ്റേറ്റ് എമർജൻസി അല്ലേ? സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356. ദെൻ ആർട്ടിക്കിൾ 360 പറയണത് നമ്മുടെ ഫിനാൻഷ്യൽ എമർജൻസി അല്ലേ? ഫിനാൻഷ്യൽ എമർജൻസി. സോ ഇതിലിപ്പോൾ ആൻസറായി. പ്രസിഡന്റ് സ്റ്റേറ്റ് ഭരിക്കുന്നത് എപ്പോഴാണ്? സ്റ്റേറ്റ് എമർജൻസി സമയത്താണ്. സോ സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ എത്ര? 356 ആർട്ടിക്കിളിലാണ് എന്തിനെപ്പറ്റി പറയുന്നത്? സ്റ്റേറ്റ് എമർജൻസി. സോ ഇത് 3 പഠിച്ചു വയ്ക്കുക. ഇത് 3 നല്ല ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു 3 ആർട്ടിക്കിളാണ്. നാഷണൽ എമർജൻസി 352, 4 കൂട്ടിയാൽ 356 സ്റ്റേറ്റ് എമർജൻസി, ദെൻ 4 കൂട്ടിയാൽ 360 ഫിനാൻഷ്യൽ എമർജൻസി. 4 കൂട്ടിയാൽ 352, 56, 60. ഇനി 358 നല്ല ചാൻസ് ഉള്ളൊരു ആർട്ടിക്കിളാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ ആർട്ടിക്കിൾ 19
ആർട്ടിക്കിൾ 19 ആർട്ടിക്കിൾ 19 എന്താ? നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിളാണല്ലേ. ആ ഫണ്ടമെൻ്റൽ റൈറ്റ്സുകൾ സസ്പെൻഡ് ആവുന്ന ആർട്ടിക്കിളാണ് കേട്ടോ. നമ്മുടെ ഈ എമർജൻസി സിറ്റുവേഷനിൽ നമ്മുടെ എന്താണ് ഈ റൈറ്റ് ടു സ്പീച്ച്, റൈറ്റ് ടു അസംബ്ലി, അങ്ങനെയല്ലേ നമ്മുടെ ആർട്ടിക്കിൾ 19 പറയുന്ന ആർട്ടിക്കിൾസ് ഇതൊക്കെയാണല്ലോ. ഇതെല്ലാം സസ്പെൻഡ് ആവും കേട്ടോ. ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 358 കേട്ടോ. 358 എന്തിനെ പറ്റി പറയുകയാണ്? സസ്പെൻഷൻ ഓഫ് ആർട്ടിക്കിൾ 19 കേട്ടോ. ആർട്ടിക്കിൾ 19 കാര്യങ്ങളൊക്കെ സസ്പെൻഡ് ആവുന്ന ആർട്ടിക്കിളാണ് എന്തിനാ? ആർട്ടിക്കിൾ 358. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇയേഴ്സ് വാസ് ദി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ സെറ്റപ്പ്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ച വർഷം. ഓക്കെ, സോ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ എത്രയാ? ആർട്ടിക്കിൾ 324 അല്ലേ. ആർട്ടിക്കിൾ 324 നമ്മുടെ ഇലക്ഷൻ കമ്മീഷനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിൾ അല്ലേ. ഇത് രൂപീകരിച്ചെന്നാണ് നമ്മുടെ ചോദ്യം. രൂപീകരിച്ചത് 1950 ജനുവരി 25 സോ ഈ ജനുവരി 25 നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 1950 ജനുവരി 25 ഇത് രൂപീകരിച്ചുകൊണ്ടാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന് പറഞ്ഞത്. ജനുവരി 25 കേട്ടോ. ജനുവരി 25 നാഷണൽ വോട്ടേഴ്സ് ഡേ ആചരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്നാ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചത്? 1950 ജനുവരി 25 കേട്ടോ. നാഷണൽ വോട്ടേഴ്സ് ഡേ എന്നാണ്? ജനുവരി 25 കേട്ടോ. ആർട്ടിക്കിൾ എത്രയാണ് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ്റെ ആർട്ടിക്കിൾ 324. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യനോട് പോയാലോ. നമ്മുടെ അടുത്ത ചോദ്യം, ആസ് പെർ ആർട്ടിക്കിൾ 123 ദ ഓർഡിനൻസ് മേക്കിംഗ് പവർ ഈസ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലെജിസ്ലേറ്റീവ് പവർ ഓഫ് ഡാഷ്. ആർട്ടിക്കിൾ 1123 വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ആർട്ടിക്കിൾ 123 ഞാൻ പറയല്ലേ, ആർട്ടിക്കിളിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വരുന്ന സീരീസിലെല്ലാം നമുക്ക് കാണാം കഴിഞ്ഞ സീരീസിൽ ഏതൊക്കെ ആർട്ടിക്കിളാണ് ചോദിച്ചതെന്ന്. സോ ആർട്ടിക്കിൾ 123 നമ്മുടെ പ്രസിഡൻറ്റുമായി ബന്ധപ്പെട്ട ഒരു ആർട്ടിക്കിളാണ് അല്ലേ. പ്രസിഡന്റ് എന്ത്? ഓർഡിനൻസ് പുറപ്പെടുപ്പിക്കുന്ന ആർട്ടിക്കിൾ അല്ലേ. ആർട്ടിക്കിൾ എത്രയാണ്? 123. സോ ആൻസർ ആരാ? പ്രസിഡന്റ് അല്ലേ. പ്രസിഡന്റിൻ്റെ ഓർഡിനൻസിനെ പറ്റി പറയുന്ന, ഓർഡിനൻസ് പവറിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ 123. സോ ആൻസർ ഏതാ? ആൻസർ പ്രസിഡൻ്റ് ആണ് അല്ലേ. ഇതുപോലെ ഗവർണറിന് ഓർഡിനൻസ് പുറപ്പെടുപ്പിക്കേണ്ട ആർട്ടിക്കിളുണ്ട്. ഇത് നമ്മൾ കണ്ട 123. ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. എത്ര? 213. ആർട്ടിക്കിൾ 213 ഗവർണർ ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ട ആർട്ടിക്കിൾ എന്ന് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 123 ആർട്ടിക്കിൾ 213. 123 പറഞ്ഞാൽ പ്രസിഡൻറ്റിൻ്റെ എന്താണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ട ആർട്ടിക്കിളും 213 പറഞ്ഞത് ഗവർണറിന് ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ട ആർട്ടിക്കിൾ എത്രയാണ്? ആർട്ടിക്കിൾ 213. നേരെ തിരിച്ചിട്ടാൽ മതി. 123 നേരെ തിരിച്ചിടുമ്പോൾ എന്താണ്? 213. ഗവർണറിന് എന്താണ് ഓർഡിനൻസ് പുറപ്പെടുവിക്കേണ്ട ആർട്ടിക്കിൾ. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ 10 ചോദ്യങ്ങളാണ് കണ്ടല്ലേ. സോ നമ്മൾ ഏതൊക്കെ പാറ്റേണിൽ നിന്നാണ് പൊളിറ്റി നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്? ഒന്ന് ബോറോഡ് ഫീച്ചേഴ്സിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. സോ ബോറോഡ് ഫീച്ചേഴ്സിനെ പറ്റി എന്ത് ചെയ്യുക? നല്ലപോലെ പഠിച്ചിരിക്കുക. ദെൻ നമുക്ക് വന്ന ആർട്ടിക്കിളിൽ നിന്നാണ് നമുക്ക് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നതല്ലേ. സോ കൃത്യമായും ഏറ്റവും പ്രധാനപ്പെട്ട ആർട്ടിക്കിൾസ് എല്ലാം ഇപ്പോൾ കണ്ട പ്രസിഡന്റ് തന്നെ 2 ആർട്ടിക്കിൾ നമുക്ക് ഈ സീരീസിൽ വന്നല്ലേ. ഒന്ന് കണ്ട പ്രസിഡന്റിൻ്റെ ഇലക്ഷനെ പറ്റി പറഞ്ഞ ആർട്ടിക്കിളും അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ കണ്ട പ്രസിഡന്റിൻ്റെ ഓർഡിനൻസിൻ്റെ ആർട്ടിക്കിളും കണ്ടു 123. പിന്നെ രാജ്യസഭ അല്ലേ, നമുക്ക് രാജ്യസഭയെ പറ്റി ഒരു ക്വസ്റ്റ്യൻ വന്നു. സോ രാജ്യസഭ ലോകസഭയെ പറ്റി കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും വരും കേട്ടോ. ദെൻ നമ്മുടെ വീണ്ടും ആർട്ടിക്കിൾ 1 പറ്റി പറയുന്നത് അല്ലെ. പിന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നമുക്ക് CAG നമുക്ക് ചോദിച്ചിരുന്നത് അല്ലേ. സോ ഇതുപോലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിനെ പറ്റി എന്ത് ചെയ്യുക? ഒന്ന് നോക്കി വെക്കുക. അവരുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഓക്കെ, പിന്നെ പാർട്ട് അല്ലേ, നമുക്ക് പാർട്ടിൽ നിന്നൊരു ക്വസ്റ്റ്യൻ വന്നു. സോ 25 പാർട്ടുണ്ട്. 25 പാർട്ട് എന്താണ് നമ്മൾ ആദ്യം ബേസായിട്ട് ഇത് അടങ്ങിരി വെക്കുക. സോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലേ. പിന്നെ നമുക്ക് ചോദിച്ച എല്ലാ ആർട്ടിക്കിളാണ് അല്ലേ. സോ അതുകൊണ്ട് കൃത്യമായും ഈ ബേസ് ചെയ്ത കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യുക? എക്സാമിന് മുമ്പേ പഠിച്ച് സെറ്റാക്കി വെക്കുക. ഓക്കെ, സോ ഞാൻ അടുത്ത ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.